ഹായ്, ന്യൂ ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവരുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ എല്ലാവരുടെയും കേൾക്കുന്ന ഒരു വേർഡാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ്, അതായത് യുക്തിപരമായ വൈരുദ്ധ്യങ്ങൾ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല. അതായത് നമ്മൾ 2002 SIR ആയിട്ട് നിലവിലെ വോട്ടർ പട്ടികയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഒത്തു നോക്കുമ്പോൾ ഒരേ വ്യക്തിയുടെ വിവരങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ കാണാം? അതായത് പേരിലുള്ള വ്യത്യാസം, ഇനീഷ്യൽ അല്ലെങ്കിൽ ഫോട്ടോ, കുത്ത്, കോമ, ഇതൊക്കെ ആ ആപ്പിൽ എന്തായിട്ടാ കാണാം? എറേഴ്സ് ആയിട്ടാണ് കാണാം. ഇപ്പൊ നോക്കൂ, 2002 മാധവൻ എന്നാണ് ഒരാളെ പേരെന്ന് വിചാരിക്കുക, 2002 SIR. പക്ഷെ 2025 ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് അയാളുടെ പേരും ഇനീഷ്യലൊക്കെ ചിലപ്പോൾ അയാളുടെ നായർ എന്നുള്ളതും കൂടി കൂട്ടിയിട്ട് 2025 എന്ത് ചെയ്തിട്ടുണ്ടാവും? മാധവൻ നായർന്നാക്കി മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇത് 2002 ചെക്ക് ചെയ്യുമ്പോൾ മാധവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഈ ആപ്പ് എന്താണെന്ന് കാണിക്കുക? ഇവിടെ എറേഴ്സ് ഉണ്ട്, അതായത് ഇത് മാച്ച് ആവുന്നില്ല. ഇതേപോലെ ഇതിപ്പോ ഇനീഷ്യൽ മാച്ച് ആവണില്ല എന്നുള്ളൊരു എററായിരിക്കും കാണിക്കുക. അപ്പൊ ഇതേപോലെയുള്ള മിസ്റ്റേക്കുകൾ ചിലപ്പോൾ 2025 ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 2002 അന്നത്തെ കാലത്ത് അത് അത്രേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ അത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ആയിട്ടാണ് കാണിക്കുക. ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവില്ല കേട്ടോ. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാവുന്ന യുക്തിപരമായ, അതായത് തമ്മിൽ 2002 2025 കമ്പയർ ചെയ്യുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ പിശകുകൾ, അതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് BLOസിന് തന്നെ ക്ലിയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അവർ നേരിട്ട് എന്ത് ചെയ്യും? നേരിട്ട് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടോ എങ്ങനെയാണെങ്കിലും അതിന് മതിയായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റ് പേര്, മാധവൻ നായർ എന്നുള്ളതാണ് ഇയാളുടെ കറക്റ്റ് പേര്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. മാധവൻ എന്നുള്ളത് പിന്നീട് മാറ്റി മാധവൻ നായർ എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു പ്രൂഫ് BLOക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം എന്തുള്ളൂ? ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ഉള്ളൂ. ക്ലിയർ ആയോ? അല്ലാണ്ട് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസിൽ നിങ്ങളെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, അയാള് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവില്ല. ഓക്കെ. ഇനിയിപ്പോ വോട്ടറുടെ പക്കല് നമുക്ക് മതിയായ രേഖകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അതായത് അയാൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ രേഖകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളെ BLOക്ക് തന്നെ അത് സോൾവ് ചെയ്യാം. BLOയുടെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും, ഒരു സത്യവാങ്മൂലം. അത് BLO ഇയാൾ ഈ സ്ഥലത്ത് ഇത്രയും കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇയാൾ ഇത്രയും കാലമായിട്ട് വോട്ട് ചെയ്താണ്, ഇയാൾ എനിക്ക് പേഴ്സണലി അറിയാം എന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തൽ BLO ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ സപ്പോസ് ഹിയറിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ വോട്ടർ സ്ഥലത്തില്ലാത്തൊരു വോട്ടറാണ് എന്നുണ്ടെങ്കിൽ പോലും എന്താണ്, BLOക്ക് ഫോൺ മുഖാന്തരം എന്ത് ചെയ്യാം? ഈ ബന്ധപ്പെട്ട വോട്ടറെ കോൾ ചെയ്ത് അയാളുടെ ഫോണിലൂടെ രേഖപ്പെടുത്തുന്ന സത്യവാങ്മൂലം അത് നമ്മളെ BLO ആപ്പിൽ ഉൾപ്പെടുത്താനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ഉൾപ്പെട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്താവുന്നില്ല, വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോവാൻ പോണില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഹിയറിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരു രേഖകളും ഒന്നും കൊടുക്കാതെ നമുക്ക് ഹിയറിങ്ങിന് പോകേണ്ടതായിട്ടുള്ള അത്യാവശ്യങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും 2002 പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾ, അവർക്കൊക്കെ എന്തായാലും ഹിയറിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹിയറിങ്ങിന് പോവുകയാണെങ്കിൽ അവർ അതിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായ രേഖകൾ, കുറേ കണ്ടീഷൻസ് കണ്ടില്ലേ? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മളെന്താ പറയുക, 1/7/1987 മുമ്പ് ജനിച്ചവർ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്,
അതേപോലെ തന്നെ 1787-നും 2/12/2004 ഇടയിൽ ജനിച്ചവർ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ അതിന് ശേഷം ഉള്ള ആളുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ഈ രേഖകൾ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഇതിൽ പോസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഹിയറിങ്ങിന് വിളിച്ചു കഴിഞ്ഞാലും ആരും ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതായത് 38 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ രേഖ മാത്രം മതി ഹിയറിങ്ങിന് പോകുമ്പോൾ. അവരെന്തായാലും, അതായത് ഇവർ 2002 ഉൾപ്പെടാത്ത ആളുകളാണ് ഹിയറിങ്ങിന് അധികം പോകേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ രേഖകൾ, അതായത് 38 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് മാത്രം മതി? അയാളുടെ ജന്മസ്ഥലവും ജനനതീയതിയും തെളിയിക്കുന്ന പ്രൂഫ്, SLC ബുക്കോ പാസ്പോർട്ടോ എന്താണോ കയ്യിലുള്ള രേഖ അത് കൊണ്ടുപോയാൽ മതി. ഇനിയിപ്പം 87-നും 2/12/2004 ഇടയിൽ ജനിച്ചവരാണെങ്കിലും, അതായത് 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള ആളുകളാണ് അത് ഉദ്ദേശിക്കുന്നത്. 22 വയസ്സ് മുതൽ 38 വരെയുള്ള ആളുകൾ അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം രേഖ, ജന്മസ്ഥലവും ജനനതീയതിയും തെളിയിക്കുന്ന രേഖ, അത് കൂടാതെ അച്ഛൻ്റെ അമ്മയുടെ ആരെങ്കിലും ഒരാളുടെ മതി ജന്മസ്ഥലം ജനനതീയതി തെളിയിക്കുന്ന രേഖയും കൂടി അതോടൊപ്പം ഹിയറിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒറിജിനലും വേണം, അതിൻ്റെ കൂടെ എന്തുകൂടി വേണം? ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. ഓക്കെ. ഇനി 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ആണെങ്കിലോ അവർക്ക് സ്വന്തം രേഖ വേണം, അച്ഛൻ്റെയും വേണം, അമ്മയുടെയും വേണം. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഹിയറിങ്ങിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ SIR ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്നും SMS വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ. ഒന്നുമില്ല, 1950 എന്ന നമ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? SMS ചെയ്യേണ്ടത്. നമ്മുടെ SMS-ൻ്റെ കോൾ എടുത്തിട്ട് 2 എന്നുള്ളവിടെ 1950 എന്ന് ആ നമ്പർ കൊടുക്കുക. അതിലേക്കാണ് നമ്മൾ SMS അയക്കേണ്ടത്. ഇനി മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ECI, അതായത് ECI എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. എന്നിട്ടൊരു സ്പേസ് കൊടുക്കുക. പിന്നെ നമ്മളെ വോട്ടർ ID കാർഡ് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതായത് തുടർന്ന് പോട്ടെ, ഇതെന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന്. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് വരും? നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വരും. അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജാണ് വരും. അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതും അല്ലെങ്കിൽ എറർ എന്നുള്ളൊരു മെസ്സേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ കരട് പട്ടികയിൽ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ 1950 എന്ന് പറയുന്ന നമ്പറിലേക്ക് SMS അയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉള്ള ആളുകളെയാണ് BLOമാർ എന്ത് ചെയ്യുക? വിളിക്കുക. അവരുടെ രേഖകൾ, ചോദിക്കുന്ന രേഖകൾ കൃത്യമായിട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. അതിൻ്റെ പേരിൽ ഇനി ഒരു വരിയുടെ ഒരു ആവശ്യമില്ല. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസിൽ ഉണ്ട് എന്ന് കരുതി ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യുന്നില്ല? വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവുന്നില്ല. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.